പ്രാണ മീഡിയ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യോഗയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. യോഗ നിത്യവും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെല്ലാമാണ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമോ? ശരീരഭാരം കുറയ്ക്കുമോ? മാനസിക സംഘർഷം ഇല്ലാതാക്കുമോ? അങ്ങനെ നിരവധി സംശയങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ യോഗാ ദിനത്തിൽ നമുക്ക് സൂര്യനമസ്കാരം പരിചയപ്പെടാം, പഠിക്കാം. ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളേറ്റ് സൂര്യനമസ്കാരം പതിവായി ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ പേശികൾക്കും സന്ധികൾക്കും ശ്വസന വ്യവസ്ഥയ്ക്കും ദഹന വ്യവസ്ഥയ്ക്കും നാഡീവ്യൂഹത്തിനും ആന്തരിക അവയവത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഇത് ഉത്തമമാണ്. സൂര്യനമസ്കാരത്തിൽ 8 യോഗാസന ചുവടുകൾ 12 സ്റ്റെപ്പുകളായാണ് ചെയ്യുന്നത്. സൂര്യനമസ്കാരം ചെയ്യുന്നതിന് ആദ്യമായി കൈകൾ രണ്ടും ശരീരത്തിൻ്റെ പാർശ്വങ്ങളിലാക്കി നിവർന്നു നിൽക്കുക. കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക. തൊഴുകൈയോടെ നിൽക്കുക. തള്ളവിരൽ നെഞ്ചിൽ മുട്ടിയിരിക്കണം. ഇത് പ്രണാമാസനം. ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുത്ത് കൈകൾ ഉയർത്തി പിന്നിലേക്ക് വളയുക. ഇത് ഹസ്ത ഉത്ഥാനാസനം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് വളഞ്ഞ് കൈപ്പത്തികൾ കാൽപാദങ്ങളുടെ പാർശ്വങ്ങളിൽ വയ്ക്കുക. ഇത് പാദഹസ്താസനം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ പിന്നിലേക്ക് നീട്ടിവെക്കുക. തല മുകളിലേക്ക് തിരിച്ചു നോക്കുന്നതോടൊപ്പം ഇടത്തെ കാൽമുട്ട് വളഞ്ഞും ഇരിക്കണം. മുട്ടുയർന്നിരിക്കുന്ന ഇടതുകാലിൻ്റെ പാർശ്വങ്ങളിലായി 2 കൈപ്പത്തികളും വയ്ക്കുക. ഇത് അശ്വസഞ്ചലനാസനം. ശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടതുകാൽ കൂടി പിന്നിലേക്ക് വലിച്ചു വെച്ച് കാൽ വിരലുകളിലും കൈപ്പത്തികളിലും ശക്തി കൊടുത്തുകൊണ്ട് ശരീരം ഉയർത്തിപ്പിടിക്കുക. ഇത് സന്തോലനാസനം. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ നേരെ താഴെ നിലത്ത് മുട്ടിക്കുക. ശരീരം പിന്നോക്കം പോകാതെ മാറിടം കൈകൾക്കിടയിലായി നിലത്ത് മുട്ടിക്കുക. ഇത് അഷ്ടാംഗ നമസ്കാരം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈപ്പത്തികളിൽ ശക്തി നൽകി ശരീരത്തിൻ്റെ മുൻഭാഗം ഉയർത്തി മുകളിലേക്ക് നോക്കുക. ഇത് ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് കാൽവിരലുകൾ അകത്തേക്കൂന്നി അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും ശക്തി കൊടുത്തുകൊണ്ട് തല കുമ്പിട്ട് കാൽവിരലുകളിലേക്ക് നോക്കുക. ഇത് പർവ്വതാസനം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇടത്തെ കാൽ പുറകിലേക്ക് വലിച്ചു വെച്ച് വലത്തെ കാൽമുട്ട് മടക്കി കൈപ്പത്തികൾ കാൽപാദങ്ങളിൽ പാർശ്വങ്ങളിൽ സമാന്തരമായി വെച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. കൈകൾ അനക്കാതെ ഉച്ഛ്വസിച്ചുകൊണ്ട് ഇടതുകാൽ വലതുകാലിന് സമീപം മുന്നോട്ട് കൊണ്ടുവരിക. നെറ്റി കാൽമുട്ടിനോട് ചേർന്നിരിക്കണം. കൈവിരലുകളും കാൽവിരലുകളും ഒരേ ഋജുരേഖയിലായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തെ മുകളിലേക്ക് നിവർത്തി പിന്നിലേക്ക് ആയുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ ഇരുവശത്തും വെച്ച് ആരംഭ നിലയിലേക്ക് മടങ്ങുക. ദീർഘശ്വാസം വിട്ട് വിശ്രമത്തിലേക്ക് വരിക. ഇനി ഈ ചുവടുകളെല്ലാം തന്നെ നിങ്ങളുടെ ഇടതുകാലിൽ ആവർത്തിക്കുക. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് യോഗ ശീലമാക്കാം.